ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ? എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. നമസ്കാരം കൂട്ടുകാരെ, UGC നെറ്റ് അറബിക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ MA വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇത് അൽ മുബറദിനെയും അദ്ദേഹത്തിന്റെ വിഖ്യാത ഗ്രന്ഥമായ അൽ കാമിലിനെയും കുറിച്ചുള്ള ഒരു സമ്പൂർണ്ണ എക്സ്പ്ലെയിനറാണ്. ഇത് കൃത്യമായി പഠിച്ചാൽ പരീക്ഷയിൽ നിങ്ങളുടെ ഈ ഭാഗത്തുനിന്നുള്ള മാർക്കുകൾ 100% ഉറപ്പാണ്. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. അൽ മുബറദിന്റെ ജീവിതം, അദ്ദേഹത്തെക്കുറിച്ചുള്ള പണ്ഡിത പ്രശംസകൾ, അൽ കാമിൽ എന്ന മാസ്റ്റർ പീസ്, അതിന്റെ രചനാരീതി, ഉള്ളടക്കം, പിന്നെ അദ്ദേഹത്തിന്റെ മറ്റ് പ്രധാന കൃതികൾ, ഇത്രയുമാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായി അൽ മുബറദിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ സ്ഥാനവും. ക്രിസ്തുവർഷം 826 ബസറയിൽ ജനിച്ച അബു അൽ അബ്ബാസ് മുഹമ്മദ് ബിൻ യസീദ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, സാക്ഷാൽ സിബവഹിക്ക് ശേഷം അറബി വ്യാകരണ ലോകം കണ്ട ഏറ്റവും വലിയ ഇതിഹാസമായിരുന്നു അദ്ദേഹം. അത്രയ്ക്കും വലിയൊരു പണ്ഡിതൻ. ഇദ്ദേഹത്തിന് അൽ മുബറദ് എന്ന പേര് എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്കറിയാമോ? അതൊരു രസകരമായ സംഭവമാണ്. പ്രശസ്ത പണ്ഡിതനായ അൽ മാസിനി അദ്ദേഹത്തോട് വളരെ സങ്കീർണമായ അലിഫ് വൽ ലാം എന്നൊരു ചോദ്യം ചോദിച്ചു. യാതൊരു പതർച്ചയുമില്ലാതെ വളരെ കൃത്യമായാണ് അദ്ദേഹം അതിന് മറുപടി നൽകിയത്. ഇത് കേട്ട് വിസ്മയം പൂണ്ട അൽമാസിനി പറഞ്ഞതാണ്, എഴുന്നേൽക്കൂ, താങ്കളാണ് അൽ മുബറദ്. കൂട്ടുകാരെ, പരീക്ഷയ്ക്ക് ചോദിച്ചാൽ മറക്കരുത്, ഈ വാക്കിലെ റാ എന്ന അക്ഷരത്തിന് ഖെസറയാണ് നൽകേണ്ടത്. സത്യം സ്ഥാപിക്കുന്നവനെന്നാണ് ആ വാക്കിനർത്ഥം. ഇനി ഈ ഭാഗം ശ്രദ്ധിക്കൂ. അറബി ഭാഷാ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാട്ടങ്ങളിലൊന്നാണിത്. ഒരു വശത്ത് ബസ്ര സ്കൂളിന്റെ പടനായകനായി നമ്മുടെ അൽ മുബറദ്, മറുഭാഗത്ത് കൂഫ സ്കൂളിനെ പ്രതിനിധീകരിച്ച് സാക്ഷാൽ സഅലബ്. ഇവർ തമ്മിലുള്ള ബൗദ്ധികമായ സംവാദങ്ങളാണ് സത്യത്തിൽ അക്കാലത്തെ വ്യാകരണ നിയമങ്ങൾക്ക് തന്നെ പുതിയ രൂപം നൽകിയത്. ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം. അക്കാലത്തെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. UGC നെറ്റ് പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഭാഗമാണിത്. അൽ അസ്ഹരി അദ്ദേഹത്തെ ബസറൻ വ്യാകരണത്തിലെ അതികായൻ എന്ന് വിളിച്ചു. ഖുർആൻ വ്യാഖ്യാനങ്ങളിൽ അദ്ദേഹത്തിനു തുല്യനായി മറ്റാരുമില്ലെന്നായിരുന്നു അബൂബക്കർ ബിൻ മുജാഹിദിന്റെ അഭിപ്രായം. എന്നാൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം ഇബ്നു ഖല്ലിഖാന്റേതാണ്. അൽ മുബറദിലൂടെയും സഹലബിലൂടെയും സാഹിത്യകാരന്മാരുടെ ഒരു സുവർണ കാലഘട്ടം തന്നെ അവസാനിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പോയിന്റുകൾ നോട്ട് ചെയ്തു വയ്ക്കാൻ മറക്കരുത് കേട്ടോ. മൂന്നാമത്തെ ഭാഗം അൽ മുബറദിന്റെ മാസ്റ്റർ പീസായ അൽ കാമിൽ. അദ്ദേഹത്തിന്റെ അവസാനത്തെ രചന കൂടിയാണിത്. 4 വാള്യങ്ങളിലായി പരന്നുകിടക്കുന്ന ഈ ബൃഹത്തായ ഗ്രന്ഥത്തിന് പിന്നീട് സെയ്ദ് അൽ മർസഫി 8 ഭാഗങ്ങളിലായി ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. റഗ്ബത്തുൽ അമൽ ഫി ഷെർഹിൽ കാമിൽ എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഇനി പറയാൻ പോകുന്ന കാര്യമാണ് ഏറ്റവും പ്രധാനം. ഇബ്നു ഖൽദൂൻ തന്റെ മുഖദ്ദിമയിൽ അറബി സാഹിത്യത്തിന് 4 അടിസ്ഥാന സ്തംഭങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. നെറ്റ് പരീക്ഷയുടെ ഒരു ഫേവറേറ്റ് ചോദ്യമാണിത്. ഇബ്നു കുത്തൈബയുടെ അദബുൽ ഖാത്തിബ്, അൽ ജാഹിസിന്റെ അൽ ബയാൻ വൽ തബീൻ, അബു അലി അൽ ഖാലിയുടെ അൽ നവാദിർ, ഒപ്പം നമ്മുടെ അൽ മുബറദിന്റെ അൽ കാമിലും. ഈ 4 പേരുകളും നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിപ്പിച്ചു വെക്കുക. 70. ഈ സംഖ്യ കണ്ടിട്ട് എന്താണെന്ന് അത്ഭുതപ്പെടുന്നുണ്ടോ? പ്രശസ്ത പണ്ഡിതനായ ഖാദി അൽ ഫാദിൽ ഈ അൽ കാമിൽ വായിച്ചു തീർത്തത് 70 തവണയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. അതിലും വലിയ അത്ഭുതം എന്താണെന്നാൽ ഓരോ തവണ വായിക്കുമ്പോഴും തനിക്ക് പുതിയ പുതിയ അറിവുകൾ ലഭിച്ചു എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത്. അത്രത്തോളം ആഴമുണ്ട് ഈ ഗ്രന്ഥത്തിന്. 4ാമത്തെ ഭാഗം രചനാരീതി. ഈ ഗ്രന്ഥത്തിന്റെ ലക്ഷ്യവും അൽ മുബറദിന്റെ ശൈലിയും എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു പുസ്തകം എങ്ങനെയായിരിക്കണം എന്ന് അൽ മുബറദ് തന്നെ ഇവിടെ പറയുന്നുണ്ട്. തികച്ചും സ്വയം പര്യാപ്തമായ ഒരു രചന. അതായത് ഈ പുസ്തകത്തിലെ ഓരോ അപൂർവ പദങ്ങളും സങ്കീർണമായ വ്യാകരണ നിയമങ്ങളും അദ്ദേഹം തന്നെ അതിൽ വിശദീകരിക്കുന്നുണ്ട്. അൽ കാമൽ വായിക്കുന്ന ഒരാൾക്ക് മറ്റൊരു പുസ്തകത്തെയോ പണ്ഡിതനെയോ ആശ്രയിക്കേണ്ടി വരില്ല എന്നർത്ഥം. അതെന്തൊരു ആത്മവിശ്വാസമാണല്ലേ. 5ാമത്തെ ഭാഗം പുസ്തകത്തിന്റെ ഉള്ളടക്കവും ഘടനയും. ഇനി എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. ഈ വലിയ ഗ്രന്ഥത്തിന്റെ ഉള്ളറകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ പുസ്തകം യഥാർത്ഥത്തിൽ അറിവിന്റെ ഒരു വലിയ ഖനിയാണ് എന്ന് തന്നെ പറയാം. ഖവാരിജുകളുടെ ചരിത്രം പഠിക്കാൻ ഇതിലും മികച്ചൊരു സ്രോതസ്സില്ല.
അതോടൊപ്പം കിനായ, മജാസ് തുടങ്ങിയ ഗഹനമായ ബലാഗ ആശയങ്ങളും ഹസൻ അൽ ബസ്രിയെപ്പോലുള്ള മഹാരഥന്മാരുടെ കഥകളും ഇതിലുണ്ട്. ഇതിനെല്ലാം പുറമേ കൃത്യം 75 അറബി പഴഞ്ചൊല്ലുകൾ അതിന്റെ പൂർണ്ണ പശ്ചാത്തലത്തോടെ അദ്ദേഹം ഇതിൽ വിവരിച്ചിട്ടുണ്ട്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. ഇനി നമുക്കിതിന്റെ ഘടന എങ്ങനെയാണെന്ന് നോക്കാം. പ്രവാചകൻ അൻസാരികളോട് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു ഹദീസിലൂടെയാണ് ഇതിന്റെ തുടക്കം. പിന്നീട് 59 അധ്യായങ്ങളിലൂടെ അദ്ദേഹം അറിവ് പകർന്നു നൽകുന്നു. ഒടുവിൽ മനോഹരമായ കവിതകളിലൂടെയും മുൻകാല പണ്ഡിതന്മാർക്ക് ഖുർആൻ വ്യാകരണത്തിൽ പറ്റിയ അബദ്ധങ്ങൾ തിരുത്തിക്കൊണ്ടുമാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. 6ാമത്തെ ഭാഗം, അദ്ദേഹത്തിന്റെ മറ്റു പ്രധാന കൃതികൾ. അൽ മുബറദിന് 44-ലധികം രചനകൾ ഉണ്ടെങ്കിലും നെറ്റു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട 12 കൃതികളുണ്ട്. അവ ഏതാണെന്ന് നോക്കാം. ഈ 12 കൃതികളുടെ പേരുകൾ നിങ്ങളുടെ മനസ്സിൽ പതിയണം. വ്യാകരണത്തിലെ അൽ മുഖ്തദബ്, വിലാപകാവ്യങ്ങളായ അൽ തആസി വൽ മറാസി, അൽ റൗദ, സിബവൈഹിയുടെ പുസ്തകത്തിലേക്കുള്ള മുഖവുര, ഭാഷാശാസ്ത്രത്തിലെ ഇസ്തിഹാഖ്, ഖുർആൻ വ്യാഖ്യാനമായ എറാബുൽ ഖുർആൻ. ഇങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. ചോയ്സുകളിൽ ഈ പേരുകൾ കണ്ടാൽ സംശയിക്കേണ്ട, ഉത്തരം അൽ മുബറദ് എന്നു തന്നെയായിരിക്കണം. അങ്ങനെ നമ്മൾ ഈ എക്സ്പ്ലെയിനറിന്റെ അവസാനത്തിലെത്തിയിരിക്കുകയാണ്. അൽ മുബറദിനെയും അദ്ദേഹത്തിന്റെ മാസ്റ്റർപീസായ അൽ കാമിലിനെക്കുറിച്ച് നമ്മളിന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാകുമെന്ന് എനിക്കുറപ്പുണ്ട്. പോകുന്നതിന് മുൻപ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇന്ന് നാം പരിചയപ്പെട്ട ഈ അത്ഭുത കൃതികളിൽ ഏതു പുസ്തകമായിരിക്കും നിങ്ങൾ ആദ്യം വായിക്കാൻ തിരഞ്ഞെടുക്കുക? ഈ ചിന്ത നിങ്ങളിൽ കൂടുതൽ പഠിക്കാനുള്ള ഒരു ആവേശം നിറയ്ക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മികച്ച വിജയത്തിനായി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.